ഹായ് ഡിയർ ഫ്രണ്ട്സ്, സോഷ്യൽ മീഡിയയിൽ വൈറലായിക്കൊണ്ടിരിക്കുന്ന ബൺ മസ്കയും ഇറാനി ചായയും നമുക്കും ഒന്ന് തയ്യാറാക്കാം കേട്ടോ. പൊന്നാനിയിൽ കർമ്മ റോട്ടിലൊക്കെ ഭയങ്കര തിരക്കാണ് കേട്ടോ ഇതൊക്കെ കഴിക്കാനായിട്ട്. അപ്പോൾ നമുക്ക് വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. ആദ്യം നമുക്ക് ഇറാനി ചായ തയ്യാറാക്കാം. അതിനായിട്ട് നമുക്ക് ആവശ്യത്തിനുള്ള ചായ തിളപ്പിക്കാനായിട്ടുള്ള വെള്ളം വെക്കാം. വീട്ടിൽ എത്ര അംഗങ്ങളുണ്ടോ അതിനനുസരിച്ചിട്ട് വെള്ളം നമുക്ക് തയ്യാറാക്കാം. ഞാനിവിടെ ഒരു 4 ഗ്ലാസ് വെള്ളമാണ് ഒഴിച്ച് കൊടുത്തിരിക്കുന്നത്. ഒരു 4 ഏലക്കായ ചതച്ചതും ഒരു കഷ്ണം ഇഞ്ചി ചതച്ചതും കൂടി ചേർത്തിട്ട് നന്നായിട്ട് നമുക്ക് തിളപ്പിക്കാം. തിളപ്പിക്കുമ്പോൾ നല്ല കടുപ്പമുള്ള ചായപ്പൊടിയാണ് എടുത്തിരിക്കുന്നത്. AVT ചായപ്പൊടിയാണ് ഞാൻ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഒരു 3 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്ത് നമുക്കിത് അടച്ച് വെച്ച് ലോ ഫ്ലെയിമിലിട്ട് ഒരു 15 മിനിറ്റ് നമുക്ക് അടച്ച് വെക്കാം. ഇറാനി ചായ തയ്യാറാക്കുമ്പോൾ പലവരും ദം ചെയ്യാറുണ്ട് കേട്ടോ. നമുക്കതിന് സമയം ഒട്ടും തന്നെയില്ല. ഇങ്ങനെ ചെയ്തെടുത്താലും നമുക്ക് വളരെ രുചികരമായ ഇറാനി ചായ തയ്യാറാക്കാം. ഇറാനി ചായക്ക് കടുപ്പമാണ് കേട്ടോ ഏറ്റവും കൂടുതൽ വേണ്ടത്. ഇതിൻ്റെ ആവിയൊന്നും പുറത്തേക്ക് പോകാനും പാടില്ല. അതുകൊണ്ടാണ് എല്ലാവരും ഫോയിൽ പേപ്പറൊക്കെ ഇട്ട് മൂടി വെക്കുന്നത്. നല്ല ഉറപ്പുള്ള ഒരു മൂടിയാണെങ്കിൽ ഇങ്ങനെയും മൂടി കൊടുത്താൽ മതി കേട്ടോ. ആവിയൊന്നും പുറത്തേക്ക് പോവില്ല എന്നുറപ്പുണ്ടെങ്കിൽ മാത്രം ഇതുപോലെയുള്ള പാത്രം എടുത്ത് നമുക്ക് മൂടി വെക്കാം. ഇനി ഇതിന് ശേഷം നമുക്ക് ഇറാനി ചായ തയ്യാറാക്കാനായിട്ടുള്ള പാൽ തിളപ്പിക്കാം. മറ്റൊരു ബൗളിലേക്ക് നമുക്കൊരു 4 ഗ്ലാസ് പാൽ എടുത്തിട്ട് നമുക്കൊന്ന് തിളപ്പിച്ച് കൊടുക്കാം കേട്ടോ. നന്നായിട്ട് തിളച്ച് വരണം കേട്ടോ. പാൽ തിളച്ച് നന്നായിട്ട് കുറുകി വരുന്ന സമയത്ത് വേണം നമുക്കിതിലേക്ക് കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്ത് കൊടുക്കാൻ. മധുരത്തിന് ആവശ്യമായിട്ടുള്ള കണ്ടൻസ്ഡ് മിൽക്കാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതിന് പ്രത്യേകിച്ച് അളവൊന്നുമില്ല. നമ്മുടെ വീട്ടിലെ അംഗങ്ങൾക്ക് അനുസരിച്ചിട്ടാണല്ലോ നമ്മൾ തയ്യാറാക്കുന്നത്. അപ്പോൾ അതിനനുസരിച്ചിട്ട് നിങ്ങൾ കണ്ടൻസ്ഡ് മിൽക്ക് ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് കുറുക്കിയെടുക്കാം കേട്ടോ. നല്ല കട്ടിയിൽ വരും കണ്ടൻസ്ഡ് മിൽക്ക് ഒഴിച്ച് കഴിഞ്ഞാൽ. അപ്പോൾ നല്ല കട്ടിയായിട്ട് വരുന്ന സമയത്ത് നമുക്കിത് ഇറക്കി വെക്കാം. ഇനി നമുക്ക് ചായ ഒഴിക്കാം കേട്ടോ. ഞാനിവിടെ 3 ഗ്ലാസ് എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് പകുതി മാത്രം നമുക്ക് ഈ കട്ടൻ ചായ നമുക്ക് നിറച്ച് കൊടുക്കാം. പകുതി മാത്രം ഒഴിക്കാം. എന്നിട്ട് നമ്മുടെ ഈ പാൽ മാറ്റിവെച്ച നമ്മുടെ ഈ പാൽ നല്ല കുറുകിയിരിക്കുന്ന നമ്മുടെ ഈ പാൽ ഇതിൻ്റെ മീതേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഇങ്ങനെ ഒഴിച്ചു കൊടുത്താൽ തന്നെ നമ്മുടെ ഇറാനി ചായ ഇവിടെ റെഡിയായി കഴിഞ്ഞു. വളരെ സ്വാദേറിയ ഒരു ഇറാനി ചായയാണിത്. നിങ്ങളിതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കല്ലേ. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ കേട്ടോ. അപ്പോൾ നമുക്ക് ബൺ മസ്ക ഒന്ന് കണ്ടു നോക്കാം. ബൺ മസ്ക തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് 100 ഗ്രാം അൺസോൾട്ട് ബട്ടറാണ് കേട്ടോ. ഇനി നമുക്കിതൊരു ബൗളിലേക്ക് നമുക്ക് പൊട്ടിച്ചിട്ട് ഇട്ട് കൊടുക്കാം. അതിന് ശേഷം ഈ കവറിൽ ഒരുപാട് ബട്ടർ ഒട്ടിപ്പിടിച്ചിട്ടുണ്ട്. അതൊക്കെ നമുക്കൊരു സ്പൂൺ വെച്ചോ കത്തി വെച്ചോ നമുക്ക് ഇതിലേക്കൊന്ന് ഇട്ട് കൊടുക്കാം കേട്ടോ. വേസ്റ്റാക്കി കളയണ്ട. ഇതിലേക്ക് ഇട്ടതിന് ശേഷം നമുക്ക് നന്നായിട്ട് തന്നെ ഒന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കാം. ഒരു ബീറ്റർ വെച്ചിട്ട് നമുക്ക് നന്നായിട്ട് ബീറ്റ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് ബീറ്റ് ചെയ്താലേ നല്ല ക്രീം പരുവത്തിൽ നമുക്കിത് കിട്ടുള്ളൂ. കണ്ടില്ലേ, ഇതുപോലെ നമുക്ക് നല്ല സ്പീഡിൽ തന്നെ ഒന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഒരു 5 സെക്കൻഡ് നേരം നമുക്ക് ബീറ്റ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് ബീറ്റായി എന്ന് കണ്ടാൽ നമുക്കിതിലേക്ക് മധുരത്തിന് ആവശ്യമായ കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്ത് കൊടുക്കാം. ഇതിന് പ്രത്യേകിച്ച് അളവൊന്നുമില്ല. നമ്മുടെ വീട്ടിലെ അംഗങ്ങൾക്ക് അനുസരിച്ചിട്ടാണ് നമ്മൾ ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പോൾ ഈ ഒരു 100 ഗ്രാം അൺസോൾട്ട് ബട്ടറാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് കണ്ടൻസ്ഡ് മിൽക്കും ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്ത് കൊടുക്കാം. രണ്ടും നന്നായി മിക്സ് ചെയ്ത് നല്ല ക്രീം പരുവത്തിൽ വരും. കണ്ടില്ലേ, നിങ്ങൾക്കിവിടെ കാണാൻ കഴിയുന്നുണ്ടാവും. നന്നായിട്ട് ക്രീം പരുവത്തിൽ തന്നെ നമുക്കിത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ചേർക്കാനുള്ളത് 2 ഇൻഗ്രീഡിയൻസാണ്. 2 കറുകപ്പട്ടയും കുറച്ച് ഏലക്കായും പൊടിച്ചെടുത്ത് വറുത്ത് പൊടിച്ചെടുത്ത പൊടിയിൽ നിന്നും ഒരു നുള്ള് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. 4 ഏലക്കായും ഒരു പട്ടയും കൂടി വറുത്ത് പൊടിച്ചതാണ്. അതിൽ നിന്ന് ഒരു നുള്ളാണ് കേട്ടോ നമ്മൾ ചേർത്ത് കൊടുത്തിരിക്കുന്നത്.
ഇനി നമുക്കൊരു 1/4 ടീസ്പൂൺ വാനില എസൻസും കൂടി ചേർത്ത് നന്നായിട്ട് നമുക്കൊന്ന് മിക്സാക്കി കൊടുക്കാം. ഇനി നമുക്കിത് ഒരു 2 സെക്കൻഡ് നേരം നന്നായിട്ട് ബീറ്റ് ചെയ്യാം കേട്ടോ. ഇനി നല്ല സോഫ്റ്റായ ബണ്ണ് നമുക്ക് മേടിക്കാൻ കിട്ടും. ഞാനിവിടെ ഒരു 6 ബണ്ണാണ് കേട്ടോ ചെയ്തെടുക്കുന്നത്. ഇതുപോലെ നമ്മുടെ ബണ്ണെടുത്ത് നടു ഒന്ന് കട്ട് ചെയ്തതിന് ശേഷം ഇതിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് ഈ ക്രീമൊക്കെ ഒന്ന് വെച്ച് കൊടുക്കാം. ക്രീം വെച്ച് നന്നായിട്ട് തന്നെ ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇതിൻ്റെ 2 വശവും നമുക്ക് ഇതുപോലെ ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കാം. കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒന്നാണ് കേട്ടോ. മധുരം ഇഷ്ടമുള്ളവരാണെങ്കിൽ പറയുകയേ വേണ്ട. ഇനി നമുക്ക് ഈ ബണ്ണൊന്ന് അടച്ചിട്ട് ഇതിൻ്റെ ഈ കട്ട് ചെയ്ത ഭാഗങ്ങളെല്ലാം നമുക്ക് ഈ ക്രീം കൊണ്ട് തന്നെ അടച്ചു കൊടുക്കാം. ഇത്രയുള്ളൂ നമ്മുടെ മസ്ക ബണ്ണ് തയ്യാറാക്കാനായിട്ട്. പണിയൊന്നുമില്ല കേട്ടോ. വളരെ രുചികരമായ ഒരു സ്വീറ്റ് റെസിപ്പിയാണ്. നിങ്ങൾ ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കൂ. നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. കുഞ്ഞുങ്ങൾക്കും ഇഷ്ടപ്പെടും. പൊന്നാനിയിൽ കർമ്മ റോട്ടിൽ ഇത് കഴിക്കാനായിട്ട് ഭയങ്കര തിരക്കാണ് കേട്ടോ. അപ്പോൾ അവിടെ ഒന്നും പോവാതെ തന്നെ നമ്മൾക്ക് വീട്ടിൽ തന്നെ നമുക്കിത് തയ്യാറാക്കാം. വീട്ടിൽ തന്നെ നമുക്കിത് തയ്യാറാക്കുമ്പോൾ നമ്മുടെ വീട്ടിലുള്ള എല്ലാ അംഗങ്ങൾക്കും നമുക്കിത് കഴിക്കാനായിട്ട് പറ്റും. അപ്പോൾ നിങ്ങൾ ഇതുപോലെയൊക്കെ ഒന്ന് തയ്യാറാക്കി നോക്കൂ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. ഓക്കെ, ബൈ ബൈ.